വിമാനയാത്രക്കാരെയൊക്കെ വല്ലാതെ വലയ്ക്കുകയാണ് ഇൻഡിഗോ കമ്പനി. സർവീസുകൾ റദ്ദാക്കുന്നത് ഇന്നും തുടരുകയാണ്. അടുത്ത 2-3 ദിവസം കൂടി സർവീസ് റദ്ദാക്കൽ തുടരുമെന്നാണ് അറിയിപ്പ്. പ്രതിസന്ധി ഇനിയും കൂടത്തതേയുള്ളൂ. ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡത്തിൽ ഇൻഡിഗോ ഇളവ് തേടിയിട്ടുണ്ട്. രാത്രി ലാൻഡിംഗിന് പൈലറ്റുമാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലാണ് ഇളവ് തേടിയത്. ഇൻഡിഗോയുടെ ആവശ്യം പരിഗണനയിലാണ് എന്നാണ് DGCA വ്യക്തമാക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എത്രയൊക്കെ വാദങ്ങൾ നിരത്തിയാലും എത്ര നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് പറഞ്ഞാലും യാത്രക്കാർ വലയുകയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കമ്പനി ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല. പൂജ, ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അടുത്ത 2-3 ദിവസം കൂടി സമാനമായിട്ടുള്ള പ്രതിസന്ധികൾ ഇൻഡിഗോയുടെ വിമാന സർവീസുകളെ സംബന്ധിച്ച് തുടരുമെന്നുള്ള കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും DGCയുടെ നിർദ്ദേശം വന്നിരുന്നു. FDTL, അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ്, അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയതാണ് ഇത്തരത്തിൽ ഇൻഡിഗോയുടെ പ്രതിസന്ധി ആകെ താറുമാറായി പോയത്. പ്രത്യേകിച്ചും പ്രതിദിനം 2300 ആഭ്യന്തര സർവീസുകളാണ് ഇൻഡിഗോ വിമാനം മാത്രം നടത്തുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 60% ആഭ്യന്തര സർവീസുകളും ഇൻഡിഗോ ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുതിയ നിർദ്ദേശങ്ങൾ, ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റിൽ പുതിയ പരിഷ്കാരങ്ങൾ വന്നതോടെ ഈ പൈലറ്റുമാർക്ക് ഉൾപ്പെടെയുള്ള ക്രൂ അംഗങ്ങൾക്ക് ഓരോ ആഴ്ചയും നൽകുന്ന വിശ്രമ മണിക്കൂറുകൾ അത് 36 മണിക്കൂറിൽ നിന്നും 48 മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു. രണ്ടാമത്തേത്, രാത്രി 12 മുതൽ രാവിലെ 6 മണി വരെ വിമാന സർവീസുകൾ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഓരോ പൈലറ്റിനും ഓരോ വിമാന ക്രൂവിനും 6 ലാൻഡിംഗ് വരെ, അതായത് 6 സർവീസുകൾ വരെ നടത്താനുള്ള അംഗീകാരമുണ്ടായിരുന്നു. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം അത് 2 ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഇതാണ് വലിയ തോതിൽ ഇൻഡിഗോയെ വളച്ചിരിക്കുന്നത്. അതായത് നിലവിൽ വിമാനങ്ങളെക്കാൾ ഈ ക്രൂ അംഗങ്ങളെക്കാൾ വിമാനങ്ങളാണ് ഇൻഡിഗോയ്ക്കുള്ളത്. ഇൻഡിഗോ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന എയർ ഇന്ത്യക്ക് പോലും ഏകദേശം 1200 സർവീസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇരട്ടിയിലധികം ഇൻഡിഗോയ്ക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അത്രയും വിമാനങ്ങൾ ഈ പറയുന്ന പൈലറ്റുമാർ, നിലവിലുള്ള പൈലറ്റുമാരെയും അതുപോലെ മറ്റു ക്രൂ അംഗങ്ങളെയും വെച്ച് നിലവിൽ ഓട്ടിക്കാൻ സാധിക്കുന്നില്ല, പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. കൂടുതൽ വിശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നു. രാത്രി 12 മുതൽ രാവിലെ 6 മണി വരെ നേരത്തെ 6 സർവീസുകൾ വരെ പൈലറ്റുമാർക്കും ക്രൂ അംഗങ്ങൾക്കും നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ 2 ആക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നിലേക്ക് നിൽക്കുമ്പോഴും യാത്രക്കാർക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ആ പ്രതിസന്ധി കുറെ കാലത്തേക്ക് ഇനി തുടരും എന്നുള്ളതാണ് പ്രശ്നം.